ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദശാംശ സംഖ്യകളുടെ പാർട്ട് 8 ആണ്. ഓൾറെഡി ഒരു 7 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു, മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഈ ഒരു ക്ലാസ്സിൽ ഡിവിഷൻ ആണ് വരുന്നത്. ഡിവിഷന്റെ ആദ്യ സ്റ്റെപ്പ് പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി കൂടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. 12 മീറ്റർ നീളമുള്ള ഒരു റിബൺ 4 പേർക്ക്. 12 മീറ്ററിന് എത്ര ഭാഗമാക്കണം? 12 മീറ്റർ ആണ്. അതിനെ 4 തുല്യ ഭാഗങ്ങളാക്കണം. തുല്യ ഭാഗങ്ങളായി വിഭജിച്ചാൽ ഒരാൾക്ക് എത്ര മീറ്റർ നീളമുള്ള റിബൺ കിട്ടും? സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. 12 4 തുല്യ ഭാഗങ്ങളാക്കാം. 4 തുല്യ ഭാഗങ്ങളാക്കാൻ വെച്ചാൽ 12 4 കൊണ്ട് ഹരിക്കുക. എത്രയും ഓരോ ഭാഗം 3 3 3 3. അപ്പോൾ ഒരാൾക്ക് എത്ര മീറ്റർ നീളമുള്ള റിബൺ കിട്ടി? 3 മീറ്റർ. 3 മീറ്റർ നീളമുള്ള റിബൺ കിട്ടിയാൽ 3 തുല്യ ഭാഗം 4 തുല്യ ഭാഗങ്ങളാക്കി. ഓരോ ഭാഗം 3 മീറ്റർ ആയാലും 12 കിട്ടുള്ളൂ. ഫസ്റ്റ് 3, പിന്നെ അടുത്ത 3 6, അടുത്ത 3 9, അടുത്ത 12. അപ്പോൾ ഓരോ ഭാഗവും 3 മീറ്റർ ആയിട്ട് 4 തുല്യ ഭാഗങ്ങളാക്കി. ആ 4 തുല്യ ഭാഗങ്ങളും 3 മീറ്റർ വെച്ചിട്ടായിരിക്കും. അടുത്ത ക്വസ്റ്റൻ നോക്കാം. 24.8 സെന്റിമീറ്റർ നീളമുള്ള കയറുകൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കി. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സമചതുരം ഉണ്ടാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമചതുരം കയറിന്റെ ആകെ നീളമാണ് എന്ത്? ആകെ നീളം. അതായത് ഇതിന്റെ ആകെ നീളമാണ് 24.8. 24.8 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആട്ടോ, സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? അതായത് ഈ സമചതുരത്തിന്റെ ഒരു വശം, സമചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? വശം എ എ എ എ ആണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചുറ്റളവ് എന്ന് പറയുന്നത് 4a ആണ്. ഇവിടെ ചുറ്റളവാണ് 24.8 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എ വശം എങ്ങനെ കണ്ടുപിടിക്കാം? 4 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ. 4a ആണ് 24.8. അപ്പൊ എ കണ്ടുപിടിക്കാൻ 24.8, അതായത് വശം കണ്ടുപിടിക്കാൻ 24.8നെ 4 കൊണ്ട് ഹരിക്കുക. അതായത് ഇവിടെ 24.8, 24 പൂർണ്ണസംഖ്യയുടെ ഭാഗമാണ്, 8 ദശാംശ സംഖ്യയുടെ ഭാഗം. ഡയറക്റ്റ് ഹരിച്ചാലും മതി. ആദ്യം പൂർണ്ണസംഖ്യനെ ഹരിക്കുക, പിന്നെ ദശാംശ സംഖ്യനെ ഹരിക്കുക കേട്ടോ. 4നെ ചെയ്താൽ 5 4 20, 6 4 24. പൂർണ്ണസംഖ്യ കഴിഞ്ഞു അല്ലെ, പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ദശാംശ സംഖ്യയാണ്, അപ്പൊ പോയിന്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ദശാംശ സംഖ്യ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ തന്നെ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇനി 4ഉം 8ഉം ചെയ്യുക. എത്ര വരും? 2 4 8 ആണ്. അപ്പോൾ വശം എത്രയാണ്? 6.2. അത്രയും സെന്റിമീറ്റർ ആണ് വശം അല്ലെ. 6.2 4 തവണ കൂട്ടിയാലാണ് 24 കിട്ടുക അല്ലെ. 6.2 കൂട്ടണം 6.2 കൂട്ടണം 6.2 കൂട്ടണം 6.2, 8 വരും. 6 4 24, 24.8 വരും. അപ്പോൾ വശം 6.2 സെന്റിമീറ്റർ ആണ്. ഡയറക്റ്റ് ഹരിച്ചാൽ മതി കേട്ടോ. ഡിനോമിനേറ്ററിൽ പോയിന്റ് വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ മെത്തേഡ് ഉണ്ട്, വേറെ മെത്തേഡ് ഉണ്ട്. അത് വരുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 13.2 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരിയെ 3 സമഭാഗങ്ങളാക്കി. 13.2 മീറ്റർ നീളമുള്ള ഒരു വരി അതിനെ 3 സമഭാഗങ്ങളാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്തിന്റെ നീളം എത്രയാണ്? ഒരു ഭാഗത്തിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? 13.2 ഹരിക്കണം 3 ചെയ്യുക അല്ലെ. ഒരു ഭാഗത്തിന്റെ നീളം 13.2 ഹരിക്കണം 3. ഡയറക്റ്റ് ഹരിക്കുക കേട്ടോ. ആദ്യം പൂർണ്ണസംഖ്യനെ ഹരിക്കുക, പിന്നെ ദശാംശ സംഖ്യനെ ഹരിക്കുക. പൂർണ്ണസംഖ്യനെ ഹരിക്കുമ്പോൾ 4 3 12 അല്ലെ. 4 3 12 കഴിഞ്ഞു. പക്ഷെ ഒന്ന് ശിഷ്ടമുണ്ട് അല്ലെ, 13 ആണ് ഇവിടെ. അത് ഏതിന് കൊടുക്കുക? ദശാംശ ഭാഗത്തിന് കൊടുക്കുക. ദശാംശ ഭാഗം 2 ആണ്, അതെന്താകും? 1 കൊടുക്കുമ്പോൾ അത് 12 ആയിട്ട് മാറും കേട്ടോ. 12 വീണ്ടും എത്ര വരും? 4. ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. 13.2 ഹരിക്കണം 3 എത്രയാ വരിക? 4 3 12 അല്ലെ. 4 3 12 ശിഷ്ടം 1. അപ്പോൾ ഇനി അടുത്തത് പൂർണ്ണസംഖ്യ ഹരിക്കാനില്ലല്ലോ, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ദശാംശ സ്ഥാനം 2 എടുത്ത് എഴുതുക. എത്ര ആവുന്നത്? 4 3 12. 0 ആയില്ലേ. അപ്പൊ എത്രയാണ് ഒരു ഭാഗത്തിന്റെ നീളം? 4.4 ആയിരിക്കും ഓരോ ഭാഗം. അതായത് ഈ 12 അതായത് 13.2നെ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാ വരിക? 4.4 4.4 4.4 വെച്ചിട്ടായിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16.28 കിലോഗ്രാം അരി 4 പേർക്ക് വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര കിലോഗ്രാം അരി കിട്ടും? അപ്പൊ 4 പേർക്കും വീതിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഹരിക്കുക അല്ലെ. 16.28 ഹരിക്കണം 4. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. 16.28 ഹരിക്കണം 4. എത്ര വരും? ആദ്യം പൂർണ്ണസംഖ്യേനെ ഹരിക്കുക, പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുക, പിന്നെ ദശാംശ സ്ഥാനം.
അപ്പൊ പൂർണ്ണസംഖ്യ ഇവിടെ 16 ഒന്നിൽ പറ്റൂല അല്ലെ 16 4 4 16 ഇല്ല അല്ലെ ശിഷ്ടം 0 പിന്നെ പോയിന്റ് വന്നു അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുക പിന്നെ അടുത്തത് ഏതാ താഴ്ത്തി എഴുതേണ്ടത് 2 2ലുണ്ടോ 4 എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ അടുത്ത സംഖ്യ താഴ്ത്തി എഴുതുക അന്നേരം ഇവിടെ ഒരു 0 കൊടുക്കും ഡയറക്റ്റ് ഹരിക്കല് തന്നെ ഇനി 28ൽ എത്ര വന്നു 28ൽ 7 4 28 7 4 28 ഇപ്പൊ ആൻസർ എത്രയാ വരിക 4.07 ഇത്രയും കിലോഗ്രാം അരിയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് 4.07 കിലോഗ്രാം അരിയാണ് ഒരു സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയിലെ 5 ദിവസം ആകെ 132.575 ലിറ്റർ പാൽ കുട്ടികൾക്ക് കൊടുത്തു ഒരു ദിവസം ശരാശരി എത്ര പാല് കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് 5 ദിവസത്തെ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ എങ്ങനെയാ കണ്ടുപിടിക്കുക 132.575 ഹരിക്കണം 5 നമുക്ക് ഡയറക്റ്റ് ആദ്യം ലോങ് ഡിവിഷനിൽ ചെയ്യാം പിന്നെ നമുക്ക് 10 ആക്കിയിട്ടും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഹരിച്ചു നോക്കാം അല്ലെ 132.575 ഹരിക്കണം 5 അപ്പൊ ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യേനെ ചെയ്യാം പിന്നെ ദശാംശ സംഖ്യേനെ ചെയ്യാം 13ല് 2 5 10 വന്നു 3 അല്ലെ 32ല് 6 5 30 കഴിഞ്ഞു അല്ലെ പൂർണ്ണസംഖ്യേന്റെ കഴിഞ്ഞു ഇപ്പൊ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക പിന്നെ ദശാംശത്തിലെ ഫസ്റ്റ് നമ്പർ 5 ആണ് 25ല് 5 5 25 വന്നു അടുത്ത നമ്പർ 7 ആണ് അതായത് 1 5 5 20 തൊട്ടടുത്ത നമ്പർ 5 ശിഷ്ടം 2 വന്നു തൊട്ടടുത്ത നമ്പർ 5 25ല് 5 5 25 ഇതിന്റെ ആൻസർ എത്രയാ വരിക 26.515 ആണ് ആൻസർ വരിക ഇങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഈ 5നെ നമുക്ക് 10 ആക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ ലോങ് ഡിവിഷൻ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും 10 ആക്കാൻ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത് 2 കൊണ്ട് ഗുണിക്കുക അല്ലെ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കാം 2 കൊണ്ട് ഗുണിക്കാം 132.575 ഗുണിക്കണം 2 അംശത്തിലും ചെയ്യാം ഛേദത്തിലും ചെയ്യാം 2 കൊണ്ട് ഗുണിച്ചാൽ 5 2 10 14 15 വരും 1 വരും 5 വരും 6 വരും 2 വരും 265.150 ഡയറക്റ്റ് 2 കൊണ്ട് ഗുണിക്കുക കേട്ടോ എന്നിട്ട് 3 പോയിന്റ് ആദ്യം നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുക 3 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത് അല്ലേ അപ്പോൾ 3 പോയിന്റ് കൊടുക്കുക ബൈ 10 ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ 10 അല്ലേ വന്നത് 10 വരുമ്പോൾ അംശത്തിൽ ഒരു പോയിന്റും കൂടി അധികം കൊടുക്കുക അല്ലെ ഒരു പോയിന്റും കൂടി അധികം കൊടുക്കുക അതായത് ഒരു ദശാംശ സ്ഥാനം കൂടി അധികം വരും 100 ആണെങ്കിൽ 2 ദശാംശ സ്ഥാനം കൂടി അധികം വരും ഇവിടെ 10 ആയതുകൊണ്ട് ഒരു ദശാംശ സ്ഥാനം കൂടി അധികം വരും അപ്പോൾ എങ്ങനെ വരും 26.5150 ആ 0നെ നമുക്ക് ഒഴിവാക്കിയിട്ട് എങ്ങനെ എഴുതാം 26.515 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ കുറച്ചും കൂടി എളുപ്പം ഈ 10 കൊണ്ട് ചെയ്യുന്നതാണല്ലേ അപ്പൊ എല്ലാ നമ്പേഴ്സിനും നമുക്ക് ഡയറക്റ്റ് 10ന്റെ പവർ ആക്കിയിട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എഴുതാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് വളരെ എളുപ്പം ലോങ് ഡിവിഷൻ എവിടെയെങ്കിലും തെറ്റിയാൽ പോയല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 33.6 കിലോഗ്രാം അരി 8 പേർക്ക് തുല്യമായി വീതിച്ചെടുത്തു അപ്പോൾ 8 പേർ തുല്യമായി വീതിച്ചെടുത്തപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ അരി കണ്ടുപിടിക്കാമല്ലോ എങ്ങനെയാ കണ്ടുപിടിക്കുക 33.6 ഹരിക്കണം 8 ചെയ്യുക അല്ലെ 33.6 ഹരിക്കണം 8 എത്ര വരും 3 8 4 8 32 അല്ലേ 33.6 ഹരിക്കണം 8 എത്രയാണ് വരിക 4 8 32 4 8 32 വരും പൂർണ്ണസംഖ്യന്റെ പാർട്ട് കഴിഞ്ഞു അല്ലെ പോയിന്റ് ഇട്ട് കൊടുക്കുക 16 വരും അല്ലെ 2 8 16 എത്രയാണ് വരിക 0 വന്ന് അപ്പൊ ഇത് ഹരിച്ചാൽ എത്രയാ വരിക 4.2 എന്ന് വരും ഇതാണോ ക്വസ്റ്റ്യൻ ഇല്ല അല്ലെ ഇനിയും ഉണ്ട് അതായത് ഓരോരുത്തർക്കും 4.2 കിലോഗ്രാം അരി കിട്ടി അതായത് സുജിതക്ക് എത്ര കിട്ടി 4.2 കിലോഗ്രാം അരി സുജിതക്ക് കിട്ടി ഇനി സുജിത എന്താ പണിയെടുത്തത് തനിക്ക് കിട്ടിയതിനെ 3ആയി ഭാഗിച്ച് ഒരു ഭാഗം റസിയയ്ക്ക് കൊടുത്തു അപ്പൊ തനിക്ക് കിട്ടിയ അരി എന്ന് പറയുമ്പോൾ സുജിതയ്ക്ക് കിട്ടിയത് എത്രയാണ് സുജിതയ്ക്ക് കിട്ടിയത് 4.2 ഇതിനെ എത്രയായി ഭാഗിച്ചു
മൂന്നായിട്ട് ഭാഗിച്ചു അല്ലെ, മൂന്നായിട്ട് ഭാഗിച്ചു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാ? 4.2 ഹരിക്കണം 3 ചെയ്യാം. 4.2 ഹരിക്കണം 3. ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. അതായത് ഒരു 3 3 ഒന്ന് ശിഷ്ടമുണ്ട് 12 വരും. 4 3 12, അതായത് 1.4 എന്ന് വരും. 1.4. അതായത് സുജിതയ്ക്ക് കിട്ടിയതിന്റെ 3 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗമാണ് റസിയയ്ക്ക് കൊടുത്തത്. അപ്പൊ റസിയയ്ക്ക് കിട്ടിയത് എത്രയാണ്? റസിയയ്ക്ക് കിട്ടിയത് എത്ര കിലോഗ്രാം അരിയാണ്? റസിയയ്ക്ക് കിട്ടിയതാണ് 1.4 കിലോഗ്രാം അരി. 1.4 കിലോഗ്രാം അരിയാണ് ആർക്ക് കിട്ടിയത്? റസിയയ്ക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.8 മീറ്റർ നീളമുള്ള ഒരു റിബൺ 16 സമഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിന്റെ നീളം എത്രയാണ്? 16 സമഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിന്റെ നീളം എത്രയാണ്? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? 0.8നെ ഏതുകൊണ്ട് ഹരിക്കുക? 16 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ചെയ്യാം അല്ലെ. ഡയറക്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെ ഒരെട്ടുണ്ട്, ഇവിടെ എത്രയുണ്ട്? 2 8. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 0.1/2. 0.1/2 ഡയറക്റ്റ് ഹരിക്കുക. 0.1 ഹരിക്കണം 2. ദശാംശ പൂർണ്ണസംഖ്യ 0 ആണല്ലേ, അപ്പൊ അതിലൊന്നും ചെയ്യാൻ പറ്റൂല. പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ വരുന്നത് ദശാംശ സ്ഥാനത്തിലുള്ളതാണ് 1. ഈ 1ൽ 2 എടുക്കാൻ പറ്റുക? ഇല്ല അല്ലെ. അപ്പൊ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി 2ൽ എത്ര 10 ഉണ്ട്? 5 2 10. ഇപ്പൊ എത്ര ആൻസർ വരുന്നത്? 0.05. 0.05 എന്ന് വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് നിങ്ങൾ 0.8 ഹരിക്കണം 16 ചെയ്താൽ മതി. 0.8 ഹരിക്കണം 16 ചെയ്യാം. അപ്പൊ ഇവിടെ 16ൽ 0 അല്ലെ, അപ്പൊ പോയിന്റ് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് 8 താടി എടുത്ത് എഴുതി പോയിന്റിന് ശേഷം. 8ൽ 16 എടുക്കാൻ പറ്റുക? ഇല്ല അല്ലെ, അപ്പൊ ഒരു 0 കൊടുത്തു. ഇവിടെ ഒരു 0 കൊടുത്തു. 80ൽ എത്ര 16 ഉണ്ട്? 16 × 5 ആണ് 80. 5 വരും. 16 ഗുണിക്കണം 5 80 ആയിരിക്കും. ഇപ്പൊ ആൻസർ സെയിം ആൻസർ തന്നെ കിട്ടും, 0.05. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. താങ്ക്